വരെ, അതിനപ്പുറം കോടാനുകോടി യുഗം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല ഈ ആത്മീയ മണ്ഡലം. ആമേൻ. കുറച്ച് വാക്യങ്ങൾ കൂടെ ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോളൂ. ഒരു വാക്ക് കുറച്ച് എഴുതാനുണ്ട്, ഒന്ന് രണ്ട് ചാൻസ്. ഒരു കാവ്യപ്രയോഗമായി വേണം ഈ അപർണമായ വാക്യത്തെ കാണുവാൻ. ഈ അപർണമായ വാക്യത്തെ കാണുവാൻ പ്രാർത്ഥനാഗീതത്തോടെ എത്രത്തോളം എന്ന ചോദ്യം സങ്കീർത്തനങ്ങൾ 35:17 എഴുതിക്കോളൂ. 35:17, 74:10, 79:5, 80:4. ഇത് നിങ്ങൾക്ക് തരേണ്ട നോട്ടിനകത്തുള്ളതാണ് കേട്ടോ. 89:46, 90:13, 119:84. അതുപോലെ തന്നെയാണ് എഴുതിക്കോളൂ. എന്തിന് ഇതുകൊണ്ട് എന്നീ പ്രയോഗങ്ങളും എഴുതിക്കോളൂ. 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ. 22:1, 42:9, 43:2, 44:23, 24, 44:23, 24, 74:1 മുതൽ 11 വരെ, 80:12, 12, 80:12, 88:14, 115:2. ഇത്രയുമാണ് നേരത്തെ ഞാൻ പറഞ്ഞ അപർണമായ ചോദ്യം. എന്ന് പറഞ്ഞാൽ ദൈവം, പ്രൈസ് ദി ലോർഡ്, ദൈവം രക്ഷിക്കുവാൻ കഴിവുള്ളവൻ മാത്രമല്ല. അങ്ങനെ ഇന്ന് ആരും ചിന്തിക്കരുത്, രക്ഷിച്ച് ഒരു കുഴിക്കകത്ത് രക്ഷിച്ച് വിട്ടു കഴിഞ്ഞാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പോകുന്ന ദൈവമല്ല. തിരിച്ച് മടങ്ങി വന്ന് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അധികമായി ചെലവായിട്ടുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു പോകുന്ന ദൈവമാണ്. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് പോയത് ശബരിക്കാരനാണോ നമ്മുടെ കർത്താവ്? ആണോ? അല്ല. ഉറപ്പിക്കണം, ഹൃദയത്തിൽ ഉറപ്പിക്കണം. കേവലം ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ഇരുന്ന് നമ്മുടെ സമയം കളഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. അതിനപ്പുറവും
ഇന്ന് രാത്രി ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, രക്ഷിക്കുവാൻ കഴിവുള്ളവൻ മാത്രമല്ല, അതിനപ്പുറവും നമ്മെ രക്ഷിപ്പാൻ ഒരുത്തന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു ഇപ്പൊ ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365 ദിവസം. എത്ര ആഴ്ചയുണ്ട്? ബിന്ദു സിസ്റ്ററെ, എത്ര ആഴ്ചയുണ്ട്? എത്ര ആഴ്ചയുണ്ട്? 52 ആഴ്ച. 52 ആഴ്ച. ഒരു നല്ലൊരു ഇമ്പോസിഷൻ വന്നതാ, പോട്ടെ. 52 ആഴ്ചയുണ്ട്. 52 ആഴ്ച. അപ്പൊ ഈ 52 ആഴ്ച കൊണ്ട് തീരുമോ? ഇല്ല. അടുത്ത് പുതിയൊരു വർഷം വരും, അല്ലേ? പുതിയൊരു വർഷം. അതുപോലെ ആ ദൈവത്തിന്റെ പ്രവൃത്തി തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കൃപ എന്ന പദത്തിന്റെ വിശദീകരണം കൃപ എന്ന പദത്തിന്റെ വിശദീകരണം കാണുക. നിമിത്തം ഇത് അടിസ്ഥാനമെന്നോ വേണം മനസ്സിലാക്കാൻ. ആരോ ഒരാള് ആ മൈക്കൊന്ന് ഓഫ് ചെയ്യാമോ? കമല സിസ്റ്റർ, ഞാൻ ഓഫ് ചെയ്യാം. ഭാരപ്പെടണ്ട, ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ. മനസ്സിലാക്കാൻ ആയതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ദൈവം തൻ്റെ ആശ്രയത്തിന് സഹായമെന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ബ്രാക്കറ്റിൽ അഥവാ ആ കരാറിനെ മാനിച്ച് സങ്കീർത്തനക്കാരനെ വിടുവിക്കണം. നമ്മൾ ദൈവസേനയിൽ ഒരു കരാർ എടുത്തിട്ടുണ്ടല്ലേ? എന്താ കരാറ്? നമ്മൾ കരാർ എന്താണെന്നറിയാമോ? എന്താണ് കരാറ്? എടുത്തിട്ടുണ്ടോ കരാറ് ദൈവസന്നിധിയിൽ? എന്താ കരാറെന്നറിയാമോ? അത് പഠിക്കണമെങ്കിൽ സംഖ്യാപുസ്തകത്തിലേക്ക് വരണം. സംഖ്യാപുസ്തകം നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കേണ്ടതല്ല, അത് ഞാൻ അതിൻ്റെ രീതിയിൽ പറഞ്ഞു തരാം. 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ദൈവമായിട്ടൊരു കരാറെടുത്തിട്ടുള്ളത്. ശ്രോത്രം, അപ്പോൾ ആ കരാറ് വലുതാ, ഭയങ്കരമായ ഒരു കരാറാണ്. 6-ാമത്തെ അധ്യായം മുഴുവനും ഒരു അഭിഷക്തൻ്റെയും അഭിഷക്തയുടെയും ജീവിതത്തിൽ വന്ന കരാറാണ്. ആ കരാറുകാരൻ 6-ാമത്തെ അധ്യായത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. എന്താണ് കരാറ്? പ്രൈസ് ദി ലോർഡ്. നാർസീർ വ്രതം, അതാണ് കരാർ. ആ കരാറിനകത്താണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ആ കരാറിനകത്തായിരിക്കുന്നത്. അതിനകത്തൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. എന്തെന്നറിയാമോ? സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ വിഷയം എന്താണ്? അതിനകത്ത് സൂക്ഷിച്ചു കൊള്ളുക. ഭയങ്കര ഒരു പദമാണ് അത് കേട്ടോ. ആമേൻ. ലഘുവായിട്ട് അതൊന്ന് നമുക്ക് നോക്കാം. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
എന്താണ്? നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭയങ്കര ഒരു വാക്ക അതിനകത്ത്. ആമേൻ. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു മനോഹർ പറയുക, നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, 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 സൂക്ഷിക്കണം. സൂക്ഷിച്ച് മുമ്പിലോട്ട് പോകണം. അതിൻ്റെ ആമേൻ സ്തോത്രം. ഒന്നാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 തുടങ്ങി താഴോട്ട് വരുമ്പോൾ ആമേൻ അതിനകത്ത് ഒരു മനുഷ്യൻ്റെ കുടുംബജീവിതത്തിനകത്ത് കൊടുത്ത ഒരു കരാറാണ്. ആ കരാറിനകത്ത് ആ കുടുംബം നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കരാറ് കൊടുക്കുന്നത് മനുഷ്യനല്ല കേട്ടോ. ആരാ അവിടെ വന്ന മനോഹര അടുത്ത് വന്നത്? ആരെന്നറിയാമോ? ആരാ വന്നേ? ദൈവത്തിൻ്റെ ദൂതൻ, സാക്ഷാൽ ദൈവം തന്നെ. ദൈവം തന്നെ വന്ന് പറയുക, നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ദൈവമക്കൾ എപ്പോഴും സൂക്ഷിക്കണം. സ്തോത്രം. എല്ലാ കാര്യാദികളും. ആ ഒരു വാക്യം വായിച്ചേ, സൂക്ഷിക്കണം. ഒന്ന് വായിച്ചേ. ആമേ സ്തോത്ര. ആ വാക്യം ഒന്ന് വായിച്ചേ. എടുത്തോ? കിട്ടിയോ? ആ വായിച്ചോ. കിട്ടിയോ? കിട്ടിയോടുത്ത് വായിച്ചോ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ആ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയുമരുത്. തന്റെ നാസിർ വ്രതകാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. നാസിർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കൊത്തി തന്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തേണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത്. മതി, അവന്റെ മതി. അഭിഷത്തെ പ്ലീസ് ഒരു മിനിറ്റ് കട്ടുകളല്ല, അത് വായിക്കണം. എന്താ അവിടെ വായിച്ചേ? ഇത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? മരണമെന്ന് കേൾക്കുമ്പോഴേ ഓടെയാണ്. വീടും പൂട്ടുക, ഉടുപ്പിട്ടായിട്ട്. ഇത് വേണോ? ദൈവമക്കൾക്ക് ഇത് വേണോ? നമ്മൾ പറയാറുണ്ടല്ലേ, ഞാനും പറയാറുണ്ടെല്ലാവരും. മനുഷ്യരല്ലേ എന്നൊരു വാക്കുണ്ട്. പക്ഷെ അതിനകത്ത് പ്രമാണത്തിനകത്ത് നിൽക്കത്തോളം കാലം ഈ പറയുന്നത് വേറെ ആർക്കുമല്ല, ഇത് ദൂതനാ പറയുന്നത്. എന്താണ് അവിടെ വ്യക്തമായി ഇത് വായിച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശവത്തിൻ്റെ അടുത്ത് നീ എന്ത് ചെയ്യരുത്? പോവരുത്. നീ ആരാ? നാസീർ വ്രതം നീ അനുഷ്ഠിക്കുന്നവനാ. വേറെ ആര് പോയാലും നീ എന്ത് ചെയ്യരുത്? പോകരുത്. ശവത്തിൻ്റെ അടുത്ത് പോകരുത്. അശുദ്ധമാക്കരുത് നിന്നെ തന്നെ. യേശു എന്താ പറഞ്ഞേ? മരിച്ചവൻ തൻ്റെ മരിച്ചവനെ കുഴിച്ചിടട്ടെ. നമ്മളെ കർത്താവ് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത് പലയിടത്തും പോയി അശുദ്ധമാക്കാനല്ല. പോണ്ടെന്നല്ല, പോണം. എല്ലാ കാര്യത്തിലും പോണം. എല്ലാം സഹകരിക്കണം. അപ്പോൾ തന്നെ ചിന്തിക്കണം, നാം ആരാ? ഒരു കരാറുണ്ട്. നാമും ദൈവമായിട്ടൊരു കരാറുണ്ട് പ്രിയരെ. ആ കരാറിനകത്ത് നമ്മൾ നിൽക്കണമെന്ന ദൈവത്തിന്റെ പ്ലാന്. സൂക്ഷിക്കണം ദൈവമക്കൾ. എല്ലാ തലത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ടവരാ. കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിഷത്ത അന്നാക്കണ്ടത്തിൽ മരിച്ചു. സ്തോത്രം. റെക്കോർഡിങ് കട്ട് ചെയ്ത് വെച്ചിട്ട് രാത്രി സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്കൊരു കരാർ തന്നിട്ടുണ്ട്. ആ കരാറിനകത്ത് നമ്മൾ നിൽക്കണം. അതാണ് ഇവിടെ വായിച്ചത്. ഇവിടെ അവർക്ക് കിട്ടേണ്ടത് തലമുറയാണ്. പക്ഷേ ദൈവം പറഞ്ഞ എന്താണ്? നീ സൂക്ഷിച്ചു കൊള്ളണം.
ആമേൻ സൂക്ഷിച്ചു കൊണ്ടില്ലെങ്കിൽ നീ ആമേൻ തലമുറയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അവനോട് കൽപ്പിച്ച ആ നാസ്രിവ്രതം എന്ത് ചെയ്യും? അവനിൽ നിന്ന് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ തീരത്തില്ല. വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, അതവിടെ നിൽക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 38-18-19 വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. വായിച്ചാട്ടെ. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ഏതാ അപ്പൻ? ഏതാ അപ്പൻ? ജഡപ്രകാരമുള്ള അപ്പനാണോ? നോ. എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമായത് തന്ന് നമ്മെ നിർത്തുന്ന അപ്പൻ പറയുന്നു, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. എങ്കിൽ ഞാൻ പറയുമായിരുന്നു, കുഴിയിൽ ഇറങ്ങിയവർ നിന്നെ ആമേൻ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. എങ്കിൽ ഞാൻ പറയുമായിരുന്നു കഴിഞ്ഞ അധ്യായങ്ങളിൽ ഞാൻ ഇത് ചെയ്തതുപോലെ ജീവനുള്ളവൻ പ്രൈസ് മാത്രം നിന്നെ സ്തുതിക്കും. ജീവനുള്ളവൻ മാത്രം. യേശു എന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ എന്നെ ആർത്തു വിളിക്കും. സ്തോത്രം. ആമേൻ. ഓമനാഭിഷത്തെ ആ അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ സൂക്ഷിക്കണമെന്നൊരു വാക്കുണ്ട്, അതെടുത്ത് വെച്ചിരിക്കണേ. എന്നിട്ട് കൈവർത്തി കാണിച്ചാൽ മതി. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, ഈ ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 വാക്ക് ഞാൻ തരാം, എഴുതിക്കോളൂ. പാതാളം, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണവുമായി കാര്യമില്ലാത്ത ബന്ധം പക്ഷേ പാതാളം എന്ന ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഈ മരണത്തിൻ്റെ പദം അല്ലെങ്കിൽ പാതാളത്തിൻ്റെ പദം ഷയോൽ എന്നാണ് പാതാളത്തിൻ്റെ പദം. ഈ പദത്തിനകത്ത് നിൽക്കുന്ന 2 കാര്യമാണ്. 1 മരണം, 2 പാതാളം. ഈ 2 കാര്യത്തിനകത്ത് മനുഷ്യൻ ഏറ്റവും ഭാരപ്പെടുന്ന ഒരു വിഷയമാണ് പാതാളം. നമ്മൾ പാടാറില്ലേ, പാതാളമേ മരണമേ നിന്റെ ജയമെവിടെ? പാതാളം വരെ നമ്മളെ കാണുമ്പോൾ പേടിച്ചു മാറുകയാണ്. കാരണം നമ്മളെല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാ. അത് വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. മരിച്ചവർ ആബാലവൃത്തം, എഴുതിക്കോളൂ. മരിച്ചവർ ആബാലവൃത്തം. നഷ്ടപ്പെട്ടവരായി
നിഴലുകളെ പോലെ നിശബ്ദമായി കഴിയുന്നു. നിശബ്ദമായി കഴിയുന്ന എന്ന ചിന്ത പഴയ നിയമകാലത്ത് നിലവിലുണ്ടായിരുന്നു. ചില കണ്ടിട്ടില്ലേ, ചില ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അത് വചനം തന്നെ പറയുന്നു, ശോശാമേ നീ ജീവനുള്ളവളാണെങ്കിലും നീ ആരാകുന്നു? മരിച്ചവളാകുന്നു. ജീവനുണ്ട്, പക്ഷേ നീ ആരാകുന്നു? മരിച്ചവളാകുന്നു. എന്താ അങ്ങനെ പറഞ്ഞ കാര്യം? നിനക്ക് ജീവനുണ്ടെങ്കിലും നിന്റെ നാവിൽ പാട്ടില്ല, നിനക്ക് ജീവനുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉപവാസമില്ല, നിനക്ക് ജീവനുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ അടിസ്ഥാനങ്ങളില്ല. ഒത്തിരി വ്യാഖ്യാനങ്ങൾ ആ വാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആമേൻ. കിട്ടിയോ അഭിഷത്തെ? ആ വാക്ക് കിട്ടിയോ? കിട്ടിയോ? ഇല്ല. സംഖ്യ 6 എത്രയാ പറഞ്ഞ? 6-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. 5. ഞാൻ ജില്ല ഭാഷ സൂക്ഷിക്കണമെന്നില്ല ഭാഷ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തരാം ആ വാക്യം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ ചിന്തിച്ചു വന്ന ഭാഗം. അപ്പൊ നോക്കൂ, ജീവനുണ്ടെങ്കിലും എന്തില്ല? നിങ്ങളുടെ നാവിനകത്ത് പാട്ടോ പ്രാർത്ഥനയോ സ്തുതിയോ ആരാധനകളോ ഒന്നും ഇല്ല. സ്തോത്രം. പക്ഷേ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കൂ, അടുത്തൊരു വാക്യത്തിലേക്ക് വരികയാണ്. 6-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു വാക്യം കൂടെ വായിക്കാം. 74-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 74-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത്? നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഗീതപ്രമാണിയായി ദാവീദ് പറയുന്നു, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞത് എന്ത്? പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, എന്താ ഇപ്പോൾ പഴയതുപോലെ സ്നേഹമൊന്നുമില്ലല്ലോ, മുമ്പൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോൾ എന്താ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ? കർത്താവേ നീ എന്താ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീ എന്നെ ചേർത്ത് പിടിച്ചില്ലേ, എൻ്റെ ആവശ്യങ്ങളൊക്കെ നീ അത്ഭുതമായി നടത്തി, ഇപ്പോൾ എന്താ വലിയ ഒരു പരുങ്ങൽ പോലെ? ദാവീദ് ചോദിക്കുക, എന്താ കാര്യമൊന്നുമില്ല. ദൈവം ഏൽപ്പിച്ചത് ദാവീദ് ചെയ്തില്ല, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ദാവീദിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് ദാവീദ് ചെയ്തില്ല, നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവം കുറച്ച് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കുറെ പരാതികൾ, ആമേൻ, അല്ലെങ്കിൽ ആ കുറച്ച് കാര്യാദികൾ ദാവീദ് ദൈവത്തോട് ചോദിക്കുക, സ്തോത്രം, എന്താ ഈ പോകുന്ന പോക്ക്, എന്താ ഇങ്ങനെ എന്നൊരു കാര്യം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നോക്കിയേ, എന്തെങ്കിലും പോരായ്മകളോ പ്രയാസങ്ങളോ ഉണ്ടോ എന്ന് നോക്കി ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ആമേൻ. 6-ാമത്തെ അധ്യായം നമ്മളിവിടെ നിർത്താൻ പോകും. 1-2 വാക്കുകൾ എഴുതിക്കോളൂ. 1-2 വാക്കുകൾ എഴുതിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. 1 ദൈവശക്തി. 2 ദൈവിക സമാധാനം. 3 മരണത്തിൽ നിന്നുള്ള വിടുതൽ. 4 രോഗസൗഖ്യം. 5 ദൈവവുമായുള്ള സംഭാഷണം. 6 നിശബ്ദത.
ഓക്കെ, ഇത്രയാണ് 6-ാമത്തെ അധ്യായം. ഞാൻ തരുന്നതെല്ലാം എക്സാമിനുള്ളതാണ് കേട്ടോ, സ്വോത്രം. ഇനി 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 7-ാം അധ്യായം. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ, അതിൻ്റെ ഹെഡിങ് വരുന്നത് അവൻ മരണ അസ്ത്രങ്ങളെ അവൻ്റെ നേരെ എയ്തു അല്ലെങ്കിൽ തൊടുത്തു. ഹെഡിങ് 7-ാം അധ്യായത്തിൻ്റെ, അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു ഇല്ലെങ്കിൽ എയ്തു. തുടങ്ങാം. 2 ശമൂവേലിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 10 അതിൻ്റെ 6 മുതൽ 8 വരെ. രണ്ട് ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 30 വരെ. ഇത്രയുമാണ് നമ്മുടെ ഹെഡിങ്ങിൽ വരുന്ന വാക്യങ്ങൾ. സ്തോത്രം. ഇവിടെ നമുക്കറിയാം അബ്ശലോമിൻ്റെ മരണമാണ് ഈ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. അബ്ശലോം ആരെന്നറിയാലോ? ദാവീദിൻ്റെ മകൻ. അവൻ ആരായിരുന്നു? പട്ടാളത്തുകാരൻ, ഒരു പട്ടാളമായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഒരു പട്ടാളത്തിൻ്റെ അധികാരി, ഒരു ജോലിയുള്ള മേലുദ്യോഗസ്ഥനായിരുന്നു. പട്ടാള ഭരണത്തിൽ കൂടെയാണ് ദാവീദിനെ പിടിക്കാൻ വളരെ തന്ത്രപൂർവം പരിശ്രമിച്ച ഒരു മനുഷ്യനാണ് ആരാ? അബ്ശലോം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ആരായിരുന്നു? സ്വന്തം അപ്പൻ. അപ്പോൾ മാത്രമല്ല, വേറെ ആരാ? ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലെ 2ാമത്തെ രാജാവ്. സ്തോത്രം. അപ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ തകർക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന്, സ്വന്തം രക്തത്തിൽ നിന്ന് പുറത്തു വന്ന അബ്ശലോമാണ് ദാവീദിനെ തകർക്കാൻ വന്നത്. ആമേൻ. നമുക്കറിയാം, ആ പദം നമുക്കറിയാം. വായിച്ചാട്ടെ. ആമേൻ. 2 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യം ഒന്ന് സ്പീഡായിട്ടൊന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വായിച്ചില്ലേ? എടുത്തില്ലേ? 2 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 21 മുതൽ വായിച്ചേ 32 വരെ. പിന്നെ യോവാബ് കൂശ്യനോട്, നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്ക എന്ന് പറഞ്ഞു. കൂശ്യൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിന്റെ മകനായ അഹീമാസ് പിന്നെയും യോവാബിനോട്, ഏതായാലും ഞാനും കൂശ്യന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, എന്റെ മകനെ, നീ എന്തിനു ഓടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ഏതായാലും ഞാൻ ഓടും എന്ന് പറഞ്ഞതിന്, എന്നാൽ ഓടിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അഹീമാസ് സമഭൂമി വഴിയായി ഓടി കൂശ്യനെ കടന്നുപോയി. എന്നാൽ ദാവീദ് 2 പടിവാതിലിനും മധ്യേ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിന് മീതെ മതിലിന്റെ മുകളിൽ കയറി തല ഉയർത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചറിയിച്ചു. അവൻ ഏകനെങ്കിൽ സദ്വർത്തമാനവും കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്നടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവനോട്, ഇതാ പിന്നെയും ഒരാൾ തനിച്ച് ഓടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവനും സദ്വർത്തമാന ദൂതനാവുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവന്റെ ഓട്ടം സാദോക്കിന്റെ മകനായ അഹീമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനനായ രാജാവിന്റെ നേരെ കൈ ഓങ്ങിയവരെ ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു.
അപ്പോൾ രാജാവ് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അഹിമാസ്, യോവാബ് രാജാവിന്റെ ഭൃത്യനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു, എന്നാൽ അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കൂശ്യൻ വന്നു. യജമാനായ രാജാവിന്, ഇതാ നല്ല വർത്തമാനം, നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൂശ്യനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതെന്താ ഈ സുഖമായിരിക്കുന്നു ചോദിച്ചത് കാര്യം? അതിനകത്ത് എന്തോ ഒരു പന്തികേടില്ലേ? ശ്രോത്രം, നിങ്ങൾ അദ്ദേഹം ശരിക്കൊന്ന് വായിച്ചു നോക്കുമ്പോൾ 33-ാം വാക്യം, ഉടനെ രാജാവ് നടുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഉടനെ രാജാവിനൊരു പേടിയും ഒരു വിഭ്രാന്തിയൊക്കെ പിടിച്ചു. എന്താണെന്നറിയാമോ? സ്വന്തം മകൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക, ഭയങ്കരമായ ഒരു അപകടം. സ്തോത്രം. ആ അപകടത്തിനകത്തുനിന്ന് അവനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ വേറെ ആരെക്കൊണ്ടും കഴിയത്തില്ല, ദാവീദിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ ഈ ചോദിക്കുന്നതെല്ലാം ആരെന്നറിയാമോ? പ്രവാചകന്മാരെ ചോദിക്കുന്നത്. സുഖമായിരിക്കുന്നോ? വേറെ വിഷയം കുഴപ്പമൊന്നുമില്ലല്ലോ, സന്തോഷമായിരിക്കുന്നില്ലല്ലേ? കുഴപ്പമില്ല, സ്തോത്രം, ദൈവം കൂടെയുണ്ട്. ആ വാക്യത്തിന്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ രാജാവ് കൂശിനോട് ചോദിക്കുക, സുഖമായിരിക്കുന്നോ? അബ്ശലോം കുമാരൻ സുഖമായിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ചോദിക്കാൻ കൂശിനായ ഒരുത്തനോട് ദൈവം അരുളപ്പാട് നൽകി അയച്ചിട്ടും ദാവീദിന്റെ പിന്നാലെ പിന്തുടരുന്ന പിന്തുടർച്ച ദൂതുകളും ആമേൻ അരുളപ്പാടുകളും കേട്ടിട്ടും ബാക്കിലോട്ട് വരാതെ കുതിച്ചു പായുകയാ. 1-2 പ്രാവശ്യമല്ല ദാവീദിനെ കൊല്ലാൻ പദ്ധതി ഒരുക്കിയത്. 1-2 വട്ടമല്ല, 100 പ്രാവശ്യത്തിൽ കൂടുതൽ. ആമേൻ. ശ്രദ്ധിക്കൂ, അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വാക്യമാണ്. അതവിടെ നിൽക്കട്ടെ. ആമേൻ. രൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സംരക്ഷണം തേടി ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അപ്പോൾ തന്നെ ആമേൻ 91-ാം സങ്കീർത്തനം എഴുതി വെച്ചോളണം. 91-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യവും 61-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യവും എഴുതിയിട്ട് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചോളൂ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അല്പമായ ഒരു പ്രതിഫലമല്ല, പൂർണ്ണമായ ഒരു പ്രതിഫലം. ഇവിടെ ആമേൻ ആരെ ആശ്രയിച്ചു വന്നത്? 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരികയാ. സ്തോത്രം. ഒത്തിരി അപേക്ഷകളുമായി. അതുപോലെ ഇവിടെ രൂത്ത് ഓടി ചെല്ലുകയാ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന് കീഴിൽ അവൻ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. വരുന്ന വരവ് കാണുമ്പോൾ അറിയാം, നിന്റെ മനസ്സിൻ്റെ അകത്തിരിക്കുന്ന സകല ചിന്തകളും ബോവസ് കണ്ടുപിടിച്ചു. പാഞ്ഞു വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ടവളായി. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ എല്ലാവരും നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടു. ആ സമയത്താണ് ബോവസ് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്തോ, നീ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കണ്ടോ?
ഹബക്കുക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ദൂത് വായിച്ചേ. വിക്രമരാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. 1-ാമത്തെ വാക്യം ഗംഭീരമാണ്. വളരെ ആഴമേറിയൊരു ദൂതാണ് ആ 3-ാം അധ്യായത്തിലേക്ക് വരുന്നത്. അതിനേക്കാളും വലിയ ദൂതാണ് 3:16-17 നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ചില ദൂതുകൾ അടങ്ങപ്പെട്ടിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എല്ലാം തീർന്നു? ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ആമേൻ. ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ, ആരും ചിന്തിക്കരുത്. എല്ലാം തീർന്നു അവസാനിച്ച് നമ്മുടെ നാവ് കൊണ്ടുപോലും പറയരുത്. ആമേൻ. അവിടെ ശരിയിടാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇടത്തും വലത്തും ശരിയിടാൻ നിൽക്കുന്ന 2 സാത്താന്മാർ തിപ്പുണ്ട് രക്ഷിക്കപ്പെട്ടവന്റെ കൂടെ, ഇടത്തും വലത്തും. തീർന്നു എന്നൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം തരും, ദൈവത്തിനായി കാത്തിരിക്കൂ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. രക്ഷിക്കാൻ മാത്രം കഴിയുന്ന ദൈവം അല്ല നമ്മുടെ കർത്താവ്. എല്ലാ ജീവിതത്തിലും എല്ലാ സാഹചര്യങ്ങളിലും കൂടെ ഇരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ കേട്ടോ, ദൈവം മാത്രം. ഏത് സാഹചര്യത്തിലും കൈവിടത്തില്ല. സ്തോത്രം. നല്ല ശമ്പളത്തിരുന്ന ദൈവം എന്നെ വിളിച്ചിറക്കി കർത്താവിന് വേലയ്ക്ക് വേണ്ടി. നിങ്ങൾക്കറിയാം, ഒരു ബ്രെഡ് വാങ്ങാൻ പൈസ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ബ്രെഡ് വാങ്ങാൻ ഒരു ബ്രെഡ്, ഒരു കവറല്ല, ഒരെണ്ണം. അപ്പോഴും ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇന്നും ഞാൻ ഉപവസിക്കലോ? ഐ ആം ഓക്കെ, റെഡി. എവിടെയെല്ലാം കർത്താവ് എന്നോട് ആമേൻ കാര്യാദികൾ ചെയ്തതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവിടെയും ഞാൻ തീർന്നെന്ന് പറഞ്ഞില്ല, തുടങ്ങുന്നതായിരിക്കും അല്ലേ? സ്തോത്രം. അപ്പോ ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതന്റെ ജീവിതത്തിൽ A മുതൽ Z വരെയുള്ള ഒരക്ഷരം പോലും കുറയാതെ സകലത്തെയും കണ്ടുപിടിച്ച് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. നമ്മളൊന്ന് താന്നു കൊടുത്താൽ മതി. നമ്മൾ അതിനകത്തൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ ഹബക്കുക്ക് പ്രവാചകൻ അവിടെ നിന്ന് ചിന്തിക്കാൻ ഒത്തിരി ദൂതുകളുണ്ട്. 17-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. 17-ാം വാക്യം വായിച്ചിട്ട് നിങ്ങൾ 18 വായിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണീരല്ല വരുന്ന രക്തം വരും. രക്തം. ഒരു ഹോശാല എന്ന് പറഞ്ഞാൽ 1-2 ആടല്ല, ആയിരക്കണക്കിന് ആടുകൾ ഹോശാലയിൽ ചത്തു കിടക്കുമ്പോ, ആയിരക്കണക്കിന് ഏക്കറിൽ മുന്തിരിത്തോട്ടങ്ങൾ എല്ലാം കരിഞ്ഞു കിടക്കുമ്പോൾ, ആയിരക്കണക്കിന് ഏക്കർ കിടക്കുന്ന സ്ഥലത്തിൽ കിടക്കുന്ന അത്തിവൃക്ഷം പട്ട് കരിഞ്ഞു കിടക്കുമ്പോൾ അല്പം നേരത്തെ നോക്കിയപ്പോ നല്ല തഴച്ചു നിന്നു. ഇപ്പോ ഒരു കട്ടൻ കാപ്പി ഇടാൻ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ ആ ഭാഗം എല്ലാം കരിഞ്ഞു കിടക്കുക. ആയിരക്കണക്കിന് ഏക്കറിൽ കിടക്കുന്ന ഒലിവ് വൃക്ഷം എല്ലാം പട്ട് കരിഞ്ഞു കിടക്കുക. ഭക്തൻ എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ഇന്ന് രാത്രി. നിങ്ങളുടെ വിശ്വാസം ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. ഭക്തൻ എന്താ പറഞ്ഞറിയാമോ? എന്താ പറഞ്ഞ ഭക്തൻ? എങ്കിലും അവിടെ നിന്ന് ചിന്തിക്കാനുണ്ട്. എങ്കിലും പ്രൈസ് ദി ലോർഡ്. എല്ലാം തീർന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. തീരട്ടെ, എല്ലാം തീരട്ടെ. എല്ലാം തീർന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് ദാവീദ്. അബ്ശാലോമേ, നീയല്ല, നിന്റെ പാട്ടാളം മുഴുവനും വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ദൂത് പറഞ്ഞ് അവിടെ നിർത്തട്ടെ. അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. അടുത്ത 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാം വാക്യം തീർന്നതേ ഉള്ളൂ. ഇപ്പോൾ 2-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ നോക്കുന്നത്.
സ്തോത്രം. അവിടെ സ്തോത്രം, ശത്രുക്കളുടെ, എഴുതിക്കോളൂ, ശത്രുക്കളുടെ മുൻപിൽ നിന്ന് വ്യക്തികളുടെ പ്രാർത്ഥനാ ഗീതങ്ങളിൽ അസാധാരണമായ ദൈവശബ്ദം, അസാധാരണമായ ദൈവശബ്ദം. ബ്രാക്കറ്റിൽ 22-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും, 27-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 35-ാം അധ്യായം 21-ാമത്തെ വാക്യം, 137-ാം സങ്കീർത്തനം അതിൻ്റെ 3ഉം 4ഉം. അടുത്ത ചെറിയൊരു ഹെഡിങ്, അനുതാപം. അനുതാപം. ഇയ്യോബിന്റെ പുസ്തകം 31-5 മുതൽ 10 വരെ. ഉൽപ്പത്തി പുസ്തകം 48. ഉൽപ്പത്തി പുസ്തകം 27. അടുത്ത് 3 മുതലുള്ള വാക്യങ്ങളാണ്. 3 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 1-15. ഒന്ന് വായിച്ചേ. 1-15.